പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ഒരവസരം കൂടെ സ്വർഗസ്ഥനായ ദൈവം ദാനമായി നൽകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 119 സങ്കീർത്തനം അതിൻ്റെ 28 വാക്യം, സാം 119 വേഴ്സ് 28, ആ വാക്യത്തിൽ നിന്നാണ് നാം അല്പസമയം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു ദൈവഭക്തനെയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉരുകുന്ന പ്രാണൻ, എ മെൽറ്റിംഗ് സോൾ. നമുക്കറിയാം, ആദിയിൽ മഹാദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആത്മാവ്, ദേഹി, ദേഹം അല്ലെങ്കിൽ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ഈ 3 ഘടകങ്ങളോടുകൂടെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരായ നമ്മെ സൃഷ്ടിക്കുവാനിടയായി, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. അതിൽ ഈ 3 ഘടകങ്ങളിൽ സ്പിരിറ്റ്, ആത്മാവ് ദൈവത്തോടും, ശരീരം, ബോഡി ഈ ഭൂമിയോട് അല്ലെങ്കിൽ മണ്ണിനോടും ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ നമ്മോട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഘടകമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാണൻ എന്നതിന് പലയിടങ്ങളിൽ മൈൻഡ് അഥവാ മനസ്സ്, ഇമോഷൻസ്, വിൽ, പേഴ്സണാലിറ്റി, ലൈഫ് അഥവാ ജീവൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രീക്കിൽ ആത്മാവിന് ന്യൂമ എന്നും പ്രാണന് സൂഖെ എന്നും ശരീരത്തിന് സോമ എന്നുള്ള പദവുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 3 പദങ്ങളും യെശയ്യാ പ്രവചനം 43 അധ്യായം 7 വാക്യത്തിൽ എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കിയ മനുഷ്യൻ, ക്രിയേറ്റഡ്, മെയ്ഡ് ആൻഡ് ഫോംഡ് എന്നുള്ള വാക്യങ്ങളിൽ, പദങ്ങളിൽ നമുക്ക് ഇത് കാണുവാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യനിൽ, മനുഷ്യൻ്റെ അന്തസത്തയായി നിലകൊള്ളുന്ന പ്രാണൻ അല്ലെങ്കിൽ മനുഷ്യ മനസ്സ് ഇടിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ. ഇവിടെ ഭക്തൻ പറയാണ്, എൻ്റെ മനസ്സ്, എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുകയാണ്. മൈ സോൾ മെൽറ്റ് ഫോർ ഹെവിനെസ്. വലിയ ഭാരം, എന്തോ വലിയ വലിയ ഭാരം നെഞ്ചത്ത് കയറ്റി വച്ചിരിക്കുന്ന പോലെ. ടെസ്റ്റ് ചെയ്താൽ ഒരു രോഗവുമില്ല, എല്ലാ ടെസ്റ്റും ക്ലിയറാണ്. എങ്കിലും എന്തോ വലിയ ഭാരം, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന, സമാധാനം കെടുത്തിക്കളയുന്ന, ഒന്നിനും ഒരു ഏകാഗ്രത തരാതെ രാവും പകലും ഒരുപോലെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഹെവിനെസ്, ഭാരം, അത് വിഷാദത്താൽ ഉരുകുന്ന മനുഷ്യ മനസ്സായി മാറുകയാണ്. ആ വിഷാദം പലരെയും മനോരോഗത്തിലേക്ക്, ആ ഡിപ്രഷൻ പലരെയും മനോരോഗികളാക്കി മാറ്റുന്നു. എന്നാൽ ഏത് തകരുന്ന മനസ്സിനെയും, ഏത് ഉടയുന്ന മനസ്സിനെയും, ഉരുകിക്കൊണ്ടിരിക്കുന്ന ഏതൊരു മനസ്സിനെയും നിവർത്താൻ കഴിയുന്ന, നിവരെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും സേവിക്കുന്നത്.
സദൃശവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പ്രൊവേർബ്സ് ചാപ്റ്റർ 12 വേഴ്സ് 25 മനോവ്യസനം ഹേതുവായി, മനുഷ്യ മനസ്സിന്റെ വ്യസനം ഹേതുവായി, മനോവ്യസനം ഹേതുവായി മനസ്സിടിയുന്നു. എന്നാൽ ഒരു നല്ല വാക്ക് അതിനെ സന്തോഷിപ്പിക്കുന്നു. ഇടിയുന്ന മനസ്സ്, അല്ലെങ്കിൽ മനസ്സിനെ ഇടിക്കത്തക്ക വ്യസനങ്ങൾ, മനോവേദനകൾ നീതിമാനായ, നിഷ്കളങ്കനായ, ദോഷം വിട്ടകലുന്ന, യഹോവാഭക്തനായിരുന്ന ഇയ്യോബിന്റെ ജീവിതത്തിൽ പൊടുന്നനെ വിപത്തുകൾ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ചപ്പോൾ മക്കൾ നഷ്ടപ്പെടുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, ഭാര്യ ഉപേക്ഷിക്കുന്നു, അഥവാ ഭാര്യയുടെ വാക്കുകൾ വേദനിപ്പിക്കുന്നതാകുന്നു. ആശ്വാസകന്മാർ പോലും വേദനിപ്പിക്കുന്ന ആശ്വാസകരാകുന്നു. ആരോഗ്യം നഷ്ടപ്പെടുന്നു. തല മുതൽ പാദം വരെ പരിക്കളാൽ ബാധിതനാകുന്നു. ആ ഭക്തൻ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ വിളിച്ചു പറയാണ്, ജോബ് 6 വേഴ്സ് 2, അയ്യോ എൻ്റെ വ്യസനം, എൻ്റെ ദുഃഖം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ അതുപോലെയുള്ള ഭാരം. പ്രിയമുള്ളവരെ, ഇതിന് സമാനമായ പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ, ദുഃഖങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടാറുണ്ട്. പൗലോസ് പോലും പറയുന്നു, ദൈവദാസനായ തീത്തോസിനെ കാണായികയാൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമായി. ചെറുതും വലുതുമാകുന്ന വിഷയങ്ങളിൽ നമ്മുടെ മനസ്സ് ഇടിയാറുണ്ട്, മനസ്സ് തകരാറുണ്ട്, മനസ്സ് ദുർബലമാകാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഉരുകുന്ന, വ്യസനിക്കുന്ന, ഇടിയുന്ന, അസ്വസ്ഥമാകുന്ന മനസ്സിനെ വചനപ്രകാരം, വചനത്തിലൂടെ നിവർത്തി നിർത്തുന്ന ഒരു ദൈവത്തെയാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്, വിശ്വസിക്കുന്നത്, സേവിക്കുന്നത്. നമുക്കറിയാം, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി കബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരുന്ന് സ്വർഗം തുറന്ന ദിവ്യ ദർശനങ്ങൾ കണ്ട പ്രവാചകനായ യെഹെസ്കേൽ തന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളിൽ യെഹെസ്കേലിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തളർന്നുപോയ, ക്ഷീണിച്ചുപോയ, മുഖം കുനിഞ്ഞുപോയ അനുഭവത്തിൽ ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്, നിവർന്നു നിൽക്ക. 2:2 നാം വായിക്കുന്നു, അവൻ യഹോവയായ ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. ദൈവത്തിന്റെ വചനത്താൽ, പരിശുദ്ധാത്മാവിലൂടെ ഉരുകുന്ന മനസ്സിനെ ബലപ്പെടുത്തി മരുഭൂമി യാത്രയിൽ നമ്മെ നിവരെ നിർത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹിദ്ദേക്കൽ മഹാനദിയുടെ തീരത്ത് അവശനായി മാറിയ ദാനിയേലിനെ തൊട്ടു ബലപ്പെടുത്തുന്ന, സംസാരിച്ച് നിവരെ നിർത്തുന്ന ദൈവത്തെ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. കർമ്മേലിൽ തീയിറക്കിയ ഏലിയാവ് ഇസബേൽ എന്ന് പറയുന്ന ഒരു ദുഷ്ടസ്ത്രീയുടെ വാക്കിനാൽ ഭയപ്പെട്ട് മരണം മാത്രം കൊതിച്ച് ചൂരച്ചിടിയുടെ കീഴിൽ കിടക്കുമ്പോൾ അടയും തുരുത്തിയിലെ വെള്ളവും ദൂതനിലൂടെ കൊടുത്ത് ഏലിയാവിന്റെ ശാരീരിക ക്ഷീണം അകറ്റി, മൃദുസ്വരം കേൾപ്പിച്ച് അവന്റെ മനസ്സിന്റെ ബലഹീനത അകറ്റി, ആത്മാവിൽ അവനെ ബലപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുപോയ ദൈവത്തെ രാജാക്കന്മാരുടെ പുസ്തകം നമ്മെ വെളിപ്പെടുത്തുമ്പോൾ, നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, പ്രിയരെ, നമ്മുടെ ആത്മാവിനോട് മാത്രമല്ല
നമ്മുടെ പ്രാണനോടും നമ്മുടെ ശരീരത്തോടും ഒരേപോലെ ഉത്തരവാദിത്വമുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തെസ്സലോനിക്കർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1 Thessalonians chapter 5 verse 23, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. കണ്ടോ, ആത്മാവ് മാത്രമല്ല, നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് 3 ഘടകങ്ങൾക്ക് നൽകുന്നത്. അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമാകും വണ്ണം ബ്ലെയിംലെസ് ആയി നിന്ദിക്കപ്പെടാതെ വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും ഒരുപോലെ ഉറപ്പോടെ ബലത്തോടെ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിങ്കൽ ഒരുപോലെ മണവാളിനെ എതിരേൽപ്പാൻ ബലപ്പെട്ട് ഒരുക്കപ്പെടണം. അങ്ങനെ വെളിപ്പെടണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് 24-ാം വാക്യത്തിൽ പറയാണ്, വേഴ്സ് 24, പ്രിയമുള്ളവരെ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിക്കും. ഏത്? 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. നിങ്ങളുടെ ശരീരം മാത്രമല്ല, നിങ്ങളുടെ പ്രാണൻ മാത്രമല്ല, നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ മുഴുവാളത്വവും ഒരുപോലെ ബ്ലെയിംലെസ് ആയി വെളിപ്പെടണം. നിങ്ങളെ വിളിച്ച ദൈവം അത് നിവർത്തിക്കും. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നിങ്ങൾ മനസ്സ് ഇടിഞ്ഞ് ഒരു ഭാഗത്ത് ഒതുങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവിക പദ്ധതികളിലൂടെ യാത്ര ചെയ്യേണ്ടതിന് ബലപ്പെടുത്തി ശക്തീകരിക്കുന്ന ഒരു ദൈവകൃപ ഈ വചനത്തിലൂടെ നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.